Hi everyone, welcome back to my channel. ഇന്നത്തെ വീഡിയോയിൽ ഞങ്ങളെ വീട്ടിലെ കോഴികൾക്ക് വേണ്ടിയിട്ടുണ്ടാക്കിയ ചെറിയൊരു പ്ലേ ഏരിയ, അതായത് ഇവർക്ക് ഫ്രീ ആയിട്ട് നടക്കാനും അതേസമയം നമ്മുടെ മുറ്റമൊന്നും വൃത്തികേടാവാതിരിക്കാനും വേണ്ടിയിട്ട് ഞങ്ങൾ ഉണ്ടാക്കിയ ചെറിയൊരു ഏരിയ എങ്ങനെയാണ് ഞങ്ങൾ ഉണ്ടാക്കിയെന്ന് കാണിച്ചു തരാം. വീടിൻ്റെ പുറകുവശത്ത് ഷെഡിനോടും മതിലിനോടും ചേർന്നിട്ട് മണ്ണിൻ്റെ, അതായത് ഇൻ്റർലോക്ക് അല്ലാത്ത ഒരു ചെറിയൊരു ഏരിയ ഉണ്ടായിരുന്നു. അതിൽ രണ്ട് മൂന്ന് വാഴയും കുറച്ച് പച്ചക്കറികളൊക്കെ ആയിരുന്നു ഞങ്ങൾ മുമ്പ് നട്ടിട്ടുണ്ടായിരുന്നത്. ആദ്യം തന്നെ ആ ഏരിയ നന്നായി നമ്മളൊന്ന് ക്ലിയർ ചെയ്തിട്ടെടുത്തു. വാഴ ഞങ്ങൾ ഈ ഒരു സ്ഥലം ഉണ്ടാക്കുന്ന സമയത്ത് അവിടെ തന്നെ ഉണ്ടായിരുന്നു, കാരണം കൊല വെട്ടിയിട്ടുണ്ടായിരുന്നില്ല. വാഴക്കുല വെട്ടിയതിന് ശേഷം ഞങ്ങൾ പിന്നീട് ഈ വാഴ മൊത്തം മുറിച്ച് മാറ്റുകയാണ് ഉണ്ടായത്. അങ്ങനെ നമ്മുടെ ഷെഡിനടുത്തുള്ള ഏരിയ മൊത്തത്തിൽ പുല്ലൊക്കെ കളഞ്ഞ് വൃത്തിയാക്കിയതിന് ശേഷം, പിന്നെ കുറച്ച് ലെവലൊക്കെ ആക്കിയതിന് ശേഷം ഞങ്ങൾ കുറച്ച് കല്ലെടുത്തിട്ട് ഇതുപോലെ ചെറിയൊരു സെറ്റപ്പ് ഉണ്ടാക്കിയെടുത്തു. ഇത് കോഴിക്കോട് വെക്കാനൊരു സ്റ്റാൻഡ് പോലെ ആക്കിയെടുത്തതാണ്. അതായത് കോഴിക്കോട് കുറച്ച് ഹൈറ്റിൽ വെക്കാനായിട്ട് ഒരു സ്റ്റാൻഡ് പോലെ കല്ലുകൊണ്ട് കെട്ടിയതാണിത്. അതിനുശേഷം മെലിഞ്ഞ നീളത്തിലുള്ള കുറച്ച് മരക്കഷ്ണങ്ങൾ എടുത്തു. ഇത് ഫെൻസ് ആക്കാൻ വേണ്ടിയിട്ടാണിത്. ഇതൊക്കെ ഒരേ ലെവലിലാക്കിയിട്ട് മുറിച്ചെടുത്തു. അതിനുശേഷം നമ്മളിപ്പം ക്ലീനാക്കി വെച്ച സ്ഥലത്തിന് ചുറ്റുമായിട്ട് ഈ മരക്കഷ്ണങ്ങളൊക്കെ കുഴിച്ചിട്ട് കൊടുത്തു. അങ്ങനെ മരക്കഷ്ണങ്ങളൊക്കെ നമ്മൾ നാട്ടിയതിന് ശേഷം, കുഴിച്ചിട്ടതിന് ശേഷം അതിന് ചുറ്റുമായിട്ട് ഈ പച്ച കളർ നെറ്റ്, ഇത് മെഷാണ്, 100 രൂപയാണ് ഒരു മീറ്ററിന്. സാധാരണ ഹാർഡ്വെയർ ഷോപ്പിലൊക്കെ നമുക്ക് കിട്ടുന്ന നെറ്റ് തന്നെയാണിത്. നമുക്ക് ആമസോണിലും അവൈലബിൾ ആണ്. ഇത് ഈ മരക്കഷ്ണങ്ങളിലൊക്കെ ടാഗ് ഉപയോഗിച്ചും ആണി ഉപയോഗിച്ചും നമ്മൾ ഫിറ്റ് ചെയ്ത് കൊടുത്തു. അതേ മെഷും പിന്നെ കുറച്ച് മരക്കഷ്ണങ്ങൾ ഉപയോഗിച്ചിട്ട് ചെറിയൊരു ഗേറ്റ് പോലെയും ആക്കിയെടുത്തു. അങ്ങനെ നമ്മുടെ ഓപ്പൺ ആയിട്ടുണ്ടായിരുന്ന തുറന്നിട്ട ഭാഗമൊക്കെ ഏകദേശം പകുതിയൊക്കെ കവറായിട്ടുണ്ട്. അങ്ങനെ മെഷൊക്കെ കറക്റ്റായിട്ട് നാട്ടിയതിന് ശേഷം നമ്മൾ മതിലിൻ്റെ സൈഡിൽ നിന്ന് ഓർക്കിഡ് നെറ്റ് ഉപയോഗിച്ചിട്ട് മതിലിൻ്റെ മുകളിലായിട്ട്, അതായത് കോഴികളൊക്കെ അതിലൂടെ പറന്ന് പോവാതിരിക്കാൻ വേണ്ടിയിട്ട് ഓർക്കിഡ് നെറ്റ് ഉപയോഗിച്ചിട്ട് മതിലിൻ്റെ മുകളിൽ ഒരു ഫെൻസ് പോലെ ആക്കിയെടുത്തു. അതിന് നമ്മൾ നീണ്ട ബാംബു വടികളാണ് ഉപയോഗിച്ചത്. നമ്മൾ ഓപ്പോസിറ്റ് സൈഡ് കിട്ടിയ മെഷിൻ്റെ മുകളിലും ഇതേ ഓർക്കിഡ് നെറ്റ് ഉപയോഗിച്ചിട്ട് നല്ലൊരു കവറിങ് ചെയ്തെടുത്തു. അതും ടാഗിലാണ് ചെയ്തത്. ടാഗും വള്ളിയൊക്കെ വെച്ചിട്ടാണ് നമ്മളിത് കെട്ടിയത്. നല്ല ബലത്തിൽ നിൽക്കാനായിട്ട്, നല്ല ഉറപ്പിൽ നിൽക്കാൻ വേണ്ടിയിട്ട് നമ്മളിപ്പം കെട്ടിയ ഫെൻസിൻ്റെ, അതായത് മരക്കഷ്ണങ്ങളുടെയൊക്കെ താഴെയായിട്ട് ഇവിടെ ബാക്കി ഉണ്ടായിരുന്ന ബ്രിക്സും ഇൻ്റർലോക്കും ഒക്കെ വെച്ചിട്ട്, സിമെൻ്റൊക്കെ വെച്ചിട്ട് നമ്മൾ നല്ലൊരു ബേസ് ഉണ്ടാക്കി കൊടുത്തു. ഇവിടെ കുറച്ച് നെറ്റ് വല ബാക്കി ഉണ്ടായിരുന്നു. അപ്പം അത് ഇതിൻ്റെ ഒരു അറ്റത്തായിട്ട് ഇങ്ങനെ മുകളിലേക്കായിട്ട് വിരിച്ചു കൊടുത്തു. ഇത് എക്സ്ട്രാ വാങ്ങിയതല്ല, ഇതിനായിട്ട് ഇവിടെ ഉണ്ടായതുകൊണ്ട് തന്നെ ഇത് യൂസ് ചെയ്തതാണ്. ഇപ്പം മഴക്കാലമായതിന് ശേഷം ഈ ഒരു ഏരിയ മണ്ണായതുകൊണ്ട് തന്നെ ചളി പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ഞങ്ങളിതിൻ്റെ മുകളിലായിട്ട് ഒരു പ്ലാസ്റ്റിക്കിൻ്റെ കവറിങ്ങനെ വെച്ച് കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ മഴവെള്ളം നിലത്തെത്താറില്ല. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, നിങ്ങളെ ഫാമിലിക്കും ഫ്രണ്ട്സിനും ഷെയർ ചെയ്യുക.
നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക, അതിനടുത്തുള്ള ബെല്ലൈക്കൺ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യുക. വീണ്ടും കുറേ നല്ല വീഡിയോസുമായിട്ട് കാണാം. അതുവരേക്കും ബൈ, ടേക്ക് കെയർ, സ്റ്റേ സേഫ്.